എല്ലാവർക്കും സ്വാഗതം. നാഷണൽ സബ് പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നൊരു DIY ഡെക്കറേഷൻ ലൈറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. പണ്ടെപ്പോഴോ ഉത്സവപ്പറമ്പിൽ നിന്നും വാങ്ങിയ കുറച്ച് കീ ചെയിനാണ് സൂക്ഷിച്ചു വെച്ചിട്ട് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. ഡെക്കറേഷൻ ലൈറ്റ് ഉണ്ടാക്കിയാലോ? അതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഏതെങ്കിലും പഴയ ഒരു മൊബൈൽ ചാർജറിന്റെ കേബിളും നേരത്തെ ഞാൻ ഇത് ചെയ്താണ് അന്ന്, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഫ്രീ വയറിംഗ് ചെയ്യാൻ പോകുകയാണ്. ആ കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പഴയ മൊബൈൽ ചാർജറിന്റെ ഒരു കേബിൾ ആണ്. അതിനകത്ത് നമ്മൾ ബ്ലാക്കും റെഡ് മാത്രമാണ് എടുക്കുന്നത്. സാവകാശം എടുക്കണം, അത്രയ്ക്ക് കട്ടിയൊന്നുമില്ല, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ചു. എടുത്തില്ലെങ്കിൽ നേരത്തെ ചെയ്തു വെച്ച കണക്ഷൻസ് എല്ലാം കളയാം. പുതിയ വയറെയാണ് ഇടുന്നത്. എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചത്. എവിടെ ഷോർട്ടായി, ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. ഇനി ആദ്യം മുതൽ എല്ലാം ഒരു പിന്നെയും. സിൽവർ കളറിന് ഞാൻ പച്ചയാണ് ഉപയോഗിക്കുന്നത്. പച്ച LED ആണ് ഒരു ഭംഗി. എല്ലാം തീർന്നിരിക്കുകയാണ്. സിൽവർ എല്ലാം തീർന്നു. അതിനെ വയർ ഒന്നും മുട്ടാതെ എല്ലാം നമ്മൾ സോൾഡറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് LED ലൈറ്റ് കത്താതിരുന്നാൽ മാറ്റാൻ വേണ്ടിയുള്ള എളുപ്പത്തിലാണ്. LED മാറാനുള്ള ഉണ്ടെങ്കിൽ അതിനു പകരം നമ്മൾ ടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അതിന്റെ പണി തീർന്നു. ഇനി അതിന്റെ ബോഡി എല്ലാം വെക്കാൻ എല്ലാം നല്ല രീതിയിൽ. ഇനി അടുത്ത പച്ച കളർ ഉപയോഗിക്കുന്നത്. ചുമന്ന LED ഉപയോഗിച്ചിരിക്കുന്നത്. വയർ താഴത്തെ കറക്റ്റ് അളവിൽ നോക്കണം. കട്ട് ചെയ്തു പോയ കട്ട് ചെയ്യാതെ അളവിൽ ഒരേ അളവിൽ എടുത്ത ആണ്, കുറഞ്ഞു പോകത്തില്ല, ലെവലിൽ തന്നെ നിൽക്കും. അതിന്റെയും വേറെ കറക്റ്റ് അളവിൽ നോക്കി എല്ലാം ഒരേ ലെവലിൽ ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെയ്യാം. കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് തൊട്ടു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. സൂക്ഷിച്ചു ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിഞ്ഞു പോകും. LED ഫിറ്റ് ചെയ്യാം, പിടിപ്പിക്കാം. അതും സാവകാശത്തിൽ അതിന്റെയും എല്ലാം സെറ്റ് ചെയ്യാം. പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ പണിയെല്ലാം തീരാറായി. ഇനി ഗോൾഡൻ മാത്രം LED മൾട്ടി കളർ ആണ് ഉപയോഗിക്കുന്നത്. ആണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെയാണ് ബാറ്ററിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ പവർ ബാങ്കിൽ ഉള്ള ബാറ്ററിയാണ്. ലൈറ്റ് എല്ലാം കത്തുന്നുണ്ടോ എന്ന് നോക്കണം, ഉറപ്പുവരുത്തുകയാണ്.
കെട്ടി വെച്ചിരിക്കുന്നു. നമ്മൾ സോളാറും കൂടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ലൈൻ നമ്മുടെ വിട്ടിട്ടുണ്ട്. ഒന്ന് സ്വിച്ച് ഓൺ ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പണി എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എല്ലാം തീർന്നു. ഇനി അതിന്റെ മണ്ട മാത്രം വെച്ചാൽ മതി. സോളാറിന്റെ സെപ്പറേറ്റ് ലൈൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലൈൻ വിട്ടിട്ടുണ്ട്. അത് ഓൺ ഓഫ്. അങ്ങനെ നമ്മൾ അതിന്റെ പണി എല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാം തീർന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും ലൈൻസ് സെപ്പറേറ്റ് വിട്ട് സോളാർ മാത്രമേ ഉള്ളൂ. ഇല്ലാത്തത് വെറുതെ കിടന്നു. ഒരെണ്ണം നമ്മൾ കളയാതെ ഉപയോഗിച്ച്. ഇത് പകലായ കൊണ്ടാണ് വെട്ടം കുറവ്. രാത്രി കാണാൻ നല്ല രസമാണ്. ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇതിൽ ചുമന്ന കേബിൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ലൈറ്റിലേക്ക് സോളാറിലേക്ക്. പറഞ്ഞതുപോലെ തന്നെ സോളാറിന്റെ ലൈൻ നമ്മൾ വിട്ടിട്ടുണ്ട്. ഈ ചുവന്ന സോളാറിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള പ്ലസ് ലൈൻ തന്നെയാണ് ലൈറ്റ് കത്തിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ വേറെ ഒരു ലൈൻ ചുവപ്പുണ്ട്. അതിൽ കൊടുക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. സോളാർ കിട്ടുമ്പോൾ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണ്, അതിന്റെ സർക്യൂട്ടും എങ്ങനെയാണ് ഓൺ ഓഫ് എന്നുള്ളത് വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അതിന്റെ പണി എല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാം തീർന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും ലൈൻസ് സെപ്പറേറ്റ് വിട്ട് സോളാർ മാത്രമേ ഉള്ളൂ. ഇല്ലാത്തത് വെറുതെ കിടന്നു. ഒരെണ്ണം നമ്മൾ കളയാതെ ഉപയോഗിച്ച്. ഇത് പകലായ കൊണ്ടാണ് വെട്ടം കുറവ്. രാത്രി കാണാൻ നല്ല രസമാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് ആണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.